പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റ വിവാദത്തിൽ അനുനയ നീക്കം തുടരുകയാണ് KPCC. അടുക്കുന്നില്ല എങ്കിലും വിമതരെ രാജിവെപ്പിക്കാനാണ് ശ്രമം. പ്രശ്നങ്ങൾക്ക് കാരണം ജില്ലാ നേതൃത്വമാണെന്നാണ് വിമതർ ആവർത്തിക്കുന്നത്. റോജി എം ജോൺ MLA-യുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് നടപടി നേരിട്ട TM ചന്ദ്രൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ മറ്റത്തൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ റോജി ജോൺ MLA-യുമായി ചർച്ച നടത്തി. DCC പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും സ്വീകരിച്ച ചില തെറ്റായ സമീപനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും ഞങ്ങൾ KPCC നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായ നടപടിയും കൂടിയാലോചനയും ഉണ്ടാകും എന്നാണ് റോജി ജോൺ MLA ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും സംസാരിച്ചതിന് ശേഷം വ്യക്തമായ തീരുമാനം ഞങ്ങളെ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ജെയ്സൺ ശ്യാമളപ്പിലുണ്ട്. ജെയ്സൺ ശ്യാമളപ്പിൽ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ജെയ്സൺ, 2026 ആ വാർത്ത കേൾക്കാൻ പറ്റൂ? മറ്റത്തൂരിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജിവെച്ചു എന്നുള്ള വാർത്ത. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ആ വാർത്ത കേൾക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചൊവ്വന്നൂരിൽ കേൾക്കാൻ സാധ്യതയില്ല. മറ്റത്തൂരിൽ കേൾപ്പിക്കാനായിട്ടുള്ള ശ്രമം അതിവിദഗ്ധമായും ദ്രുതഗതിയിലും നടന്നു വരികയാണ്. ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം വാർത്തകളെല്ലാം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിനകത്തെ തമ്മിലടിയാണ് അവസാനം മറ്റത്തൂരിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരാശ്വാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തമ്മിലടി പുറത്തു വന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഏറെ മുന്നേറാൻ കോൺഗ്രസിന് തൃശ്ശൂരിൽ കഴിഞ്ഞു. മറ്റു ജില്ലകളെ പോലെ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഏറെ മുന്നേറാൻ കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അത് മറ്റത്തൂരിൽ ഒന്ന് കയറിപ്പിടിച്ചു. മറ്റത്തൂർ മോഡൽ എന്ന ഖ്യാതി അത് സുപ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ എന്നറിയില്ല. എന്തായാലും മറ്റത്തൂർ മോഡൽ കേരളത്തിൽ രൂപപ്പെട്ടു. നമ്മൾ ഞെട്ടിക്കുന്നതായിരുന്നു ഒന്ന് രാവിലെ 8 പേർ രാജിവെച്ചു എന്ന വാർത്ത. പക്ഷേ അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. ജില്ലാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു വരുന്നു. തൃശ്ശൂർ ജില്ലയിലെ DCC നേതൃത്വമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവുമായി മാത്രമേ ചർച്ചയുള്ളൂ എന്ന നിലപാട് ചന്ദ്രനും അവരുടെ പിന്തുണയ്ക്കുന്നവർ തീരുമാനിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് KPCC പ്രസിഡന്റ് ഇന്നലെ വിളിച്ച് സംസാരിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ റോജി എം ജോണുമായി സംസാരിച്ചു. ഒരു പരിഹാരം അകലെയല്ല എന്ന സൂചനയാണ് നൽകുന്നത്. 2026 കോൺഗ്രസിന് തൃശ്ശൂരിലെങ്കിലും ഒരു ശുഭവർഷമായി മാറട്ടെ എന്നതാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും ശുഭവർഷമാവട്ടെ. കോൺഗ്രസിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ അവർക്ക് കഴിയട്ടെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോൺഗ്രസ് വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിക്ക് പരിഹാരം കാണാനുള്ള അവസാനഘട്ട ശ്രമം നടക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചാമളപ്പിൽ ഒരു പ്രേക്ഷക താങ്കളെ അന്വേഷിക്കുന്നുണ്ട്. കൊച്ചുമോൾ എന്നാണ് പേര്. ജെയ്സൺ ചേട്ടൻ ബഹുമാനം മാത്രം, എന്നെ പോലെ കല്യാണ വിരോധിയാണ്. അങ്ങനെ ജെയ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? 2026 നമുക്ക് ആ നല്ല വാർത്ത കേൾക്കാൻ പറ്റൂ? അല്ല, നമ്മൾ തീരുമാനിക്കുന്നതല്ലോ. സ്വാഭാവികമായി നാം ഇവിടെ എത്തിച്ചേരുന്നു. ഈ ലോകത്ത് ജനിക്കുന്നത് പോലും നമ്മൾ തീരുമാനിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ബേസിക് തിയറി എന്ന നത്തിങ് ഈസ് പെർമനൻ്റ് എന്നതാണ്. ജീവിതത്തിലൊന്നും സ്ഥിരമായിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. സ്ഥിരമാണെന്ന് നാം കരുതുന്നതൊന്നും പിന്നീട് സ്ഥിരമല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാലങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും വലിയ മറ്റാളുകളെ നിരീക്ഷിക്കുമ്പോൾ. അപ്പോൾ എല്ലാം ശാശ്വതമാണെന്ന് ധരിക്കുന്നതാണ് ഒന്നും ശാശ്വതമല്ല എന്നതാണ് ബേസിക് തിയറി. അതിനൊപ്പം തന്നെ നമുക്ക് എന്താണോ ഇന്ന് സന്തോഷം, ഖലീൽ ജിബ്രാൻ്റെ ഒരു വാചകം കൂടിയുണ്ട്, എന്താണോ നിനക്ക് ഇന്ന് സന്തോഷം നൽകുന്നത് അത് നാളെ നിന്റെ ദുഃഖത്തിന് ഹേതുവാകും. എന്താണോ നിനക്ക് ഇന്ന് ദുഃഖം നൽകുന്നത് അത് നിനക്ക് സന്തോഷത്തിന് ഹേതുവാകും എന്ന് പറയുന്ന ഒന്നും ശാശ്വതമല്ല എന്ന ബേസിക് തിയറിയാണ് നമ്മുടെ തിയറി. അതുകൊണ്ട് തന്നെ ശാശ്വതമല്ലാത്തതൊന്നും നമ്മൾ സ്വീകരിക്കില്ല. അതോടൊപ്പം തന്നെ മനസ്സിന് സ്ഥിരതയുണ്ടാക്കുക എന്ന ഒരു സ്ഥിരത ഉണ്ടാക്കുക എന്ന അൾട്ടിമേറ്റ് എന്നാണോ? അല്ല, അറിയില്ല, അനുഭവസ്ഥൻ പറയട്ടെ. അങ്ങനൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു യോഗം പോലെ ഇരിക്കും. ചിലപ്പോൾ ചിലരൊക്കെ കൂടെ കൂടിയ സ്ഥിരത പോവും, ചിലരൊക്കെ കൂടെ കൂടിയ കുറച്ച് ഉറയ്ക്കും. അതൊക്കെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളാണ്. അപ്പോൾ എന്തായാലും വളരെ ഫിലോസഫിക്കലായി ജെയ്സൺ ജീവിതം ഒരു പരീക്ഷണത്തിൽ നിൽക്കേണ്ടതല്ലോ അരുൺകുമാർ. അതെ, ശരിയാണ്. എങ്കിലും കൂടുതൽ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ജെയ്സൺ. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും യാത്രകളാണെന്ന് തോന്നുന്നു അല്ലേ?
തീർച്ചയായും യാത്ര എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മനുഷ്യരും അനിവാര്യമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. യാത്രയിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുക, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുക, പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക, ജീവിതത്തിന് പുതിയ തെളിച്ചമുണ്ടാകുന്നത് യാത്രകളിലൂടെയാണ്. യാത്ര എന്ന് പറയുന്നത്, യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു വാക്കുകൂടി പറയാം. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നമുക്ക് നേരത്തെ എണീക്കേണ്ടി വരും, സമയക്രമം ശരിയായിക്കില്ല. പക്ഷേ ആ യാത്ര നമ്മൾ ആസ്വദിക്കുന്നത് യാത്രയ്ക്ക് ശേഷമാണ്. നമ്മളത് കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ടാവും, വ്യക്തമായ ഭക്ഷണം ഉണ്ടാവില്ല, യാത്രകൾ. പക്ഷെ ആ യാത്രയ്ക്ക് ശേഷം ആ യാത്രയെ നമ്മൾ ആസ്വദിക്കുന്നു, അത് നമ്മുടെ വലിയ അനുഭവമായി മാറുന്നു. അതാണ് അതിന്റെ സത്യം എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ജെയ്സൺ, നമ്മൾ ഈ പണി അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു യാത്രാ കമ്പനി തുടങ്ങാം കേട്ടു. പലതരത്തിലുള്ള മനുഷ്യരെ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം, അവർക്ക് യാത്രയുടെ അനുഭവങ്ങളൊക്കെ കൊടുക്കാം. ചെറിയ ലാഭം മതി. എന്താ ജെയ്സൺ, തയ്യാറാണോ? തീർച്ചയായും സാർ, എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത്രയും പെട്ടെന്ന് വേണോ? ഓക്കെ, താങ്ക് യു ജെയ്സൺ, താങ്ക് യു. ഓക്കെ, ഗംഭീരമായിരിക്കട്ടെ, ഉഷാറായിരിക്കട്ടെ. രാവിലെ ഭാരതിലൊക്കെ പോയൊരു നല്ല മസാല ദോശയൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കൂ. നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച്. താങ്ക് യു ജെയ്സൺ, താങ്ക് യു.